ഹലോ മൈ ഗൈസ്, ഞാൻ എന്താ ഇന്ന് ഇവിടെ ഇങ്ങനൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഞാൻ എന്തായാലും ഇന്നലെ പോണ്ടിച്ചേരി പോണ്ടി ഞാൻ റിട്ടേൺ ബാംഗ്ലൂർ വന്നിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. അതൊരു 1-2 ദിവസത്തിൽ ശരിയാവും. പിന്നെ വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് തിരിക്കും, അത് വേറെ വിഷയം. ഇപ്പം ഞാനുള്ളത് ഇതാണ് എൻ്റെ ബെഡ് സ്പേസ്. ഒരു 2 ദിവസം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതെൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഓഫീസാണ്. ഈ ഓഫീസിനെ പറ്റി ഞാൻ മൊത്തം പറഞ്ഞുതരാം, കാട്ടിച്ചും തരാം സംഭവം എന്താണെന്നുള്ളത്. ഇപ്പം ഏകദേശം സമയം 1 ആയിക്കൊണ്ട് വന്നു. ഇവിടെ 1:40 പള്ളിയിൽ നിസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ. അപ്പോൾ അങ്ങനെ പോകാനുണ്ട്. ഫുഡൊന്നും കഴിച്ചില്ല, ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. രാത്രി ഉറങ്ങുമ്പോൾ ലേറ്റായി, എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനിയിപ്പോൾ പോയിട്ട് എന്തായാലും കഴിക്കണം, പള്ളിക്ക് പോകണം. പള്ളി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ കുറച്ച് താഴത്തൊന്ന് കാട്ടിക്കാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതൊക്കെ കാട്ടിക്കാം. പിന്നെ അതല്ലാണ്ട് ഞാനുള്ള ഈ സ്ഥലത്തെ ഈ ഓഫീസിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയാനുണ്ട്, കാട്ടിച്ചരാം. ഇവർക്ക് മാംഗ്ലൂരിലും ഉണ്ട്, ബാംഗ്ലൂരിലും ഉണ്ട് ഇവരെ ബ്രാഞ്ച് കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ പള്ളി പോയിട്ട് വരാം. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഞാൻ കാട്ടിക്കാനുണ്ട്. ഫുഡ് സ്ട്രീറ്റ് കാട്ടിക്കാനുള്ളത് ഉണ്ട് ഇവിടെ. ഗൈസ്, ഞാൻ അങ്ങനെ പള്ളിക്ക് പോകാൻ വേണ്ടി പുറത്ത് കഴിഞ്ഞ് ബൈക്ക് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പള്ളിക്ക് നടക്കാന്ന് വിചാരിച്ചു. ഞാനുണ്ടായതാ ഓറയിലാണ് ഫെയർ ടെക്നോളജി സൊല്യൂഷനിൽ. അവിടെ എനിക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം തന്ന്. ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ എന്തായാലും പിന്നെ ഇടും. ഇപ്പോൾ പള്ളിക്ക് പോകുന്നുണ്ട്. നോക്കിയാൽ രാവിലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ കളിക്കാൻ തുടങ്ങുന്നത്. രാത്രിയോളം ഉണ്ടാകുന്ന ഈ കളി. ഇന്നലെ ഞാൻ വരുമ്പോൾ രാത്രി ഫുള്ള് ഒരു 8 മണിയോളം ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ കളിച്ചോളൂ. പിന്നെ രാത്രിയുള്ള സമയത്ത് ഫുൾ സ്ട്രീറ്റ് ഫുള്ള് ഓരോന്നായിട്ട് വരും. ഇവിടെ നിന്ന് 10-15 മിനിറ്റോളം ഉണ്ട് പള്ളിയിലേക്ക്. അവ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചായയൊക്കെ കുടിച്ച് ഇതാണ് ഞാൻ വന്ന ഇവിടുത്തെ പള്ളി. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞത് റിട്ടേൺ പോകുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ ഓരോരോ സ്വീറ്റ്സ് കൊടുത്തുകൊണ്ടുണ്ട്. എന്തിൻ്റെ നമുക്കറിയാല്ല, മിലാദ് നബിൻ്റെ ആയിരിക്കും മിക്കവാറും. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഒരു 400-500 ആൾക്കാരോളം ഈ പള്ളിയിലുണ്ടെന്ന് തോന്നുന്നു. കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള സാധനം ഇവിടെ റെഡി ഉണ്ട്. ഞാനും ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കട്ടെ. കയറ്റൽവ ഞാനിപ്പോൾ എൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോവാണ്. ഇവിടുന്ന് 1 കിലോമീറ്ററോളം ഇനിയും അങ്ങോട്ട് നടക്കാനുണ്ട്. ഞാൻ നടക്കുന്നത് ബയ്യലൊന്ന് നോക്കി നിങ്ങൾ, ഫുള്ള് അടുത്തടുത്ത് വീട്. ഒരു ചെറിയൊരു സ്ഥലം പോലും ഇല്ല വീട്ടിൻ്റെ മുറ്റത്ത്. നമ്മളങ്ങോട്ടല്ല ഇങ്ങനെ എത്ര ഇഷ്ടം പോലെ സ്ഥലം ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ മൈതാനം പോലെ കിടക്കും. ഇവിടെ അങ്ങനെ ഒന്നുമല്ല. നോക്കിയാൽ അവരെ ഇടയിലിടയിൽ ഓരോന്നോരോന്ന് കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാണ്ട് വന്നിട്ടുണ്ട്. ബൈ കുഷ്കാനോ ആണോ? ഇവിടെ ഫുഡിനൊക്കെ റേറ്റ് വെച്ചാൽ ചെറിയ റേറ്റിന് കിട്ടുന്നുണ്ട്. കുസ്കാക്ക് 50, പിന്നെ കബാബ് വെച്ചാൽ ഗ്രാംസിന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. 100 ഗ്രാംസിന് 40 സംതിങ്. ഞാൻ അതാണ് വാങ്ങുന്നുള്ളത്. എനിവേ ഫുഡ് വരട്ടെ. ഇതാ എൻ്റെ കുസ്ക വന്നിട്ടുണ്ട്. ഒരു എഗ്ഗ് ഉണ്ട് അതിൽ, പിന്നെ മസാലയും കാര്യങ്ങളും, ചോറും. ചിക്കൻ ഫ്രൈ വരാനുണ്ട്. ഐറ്റം ഇല്ല, അത് എൻ്റെതാണ് റെഡി ആയിക്കൊണ്ടുള്ളത്. അത് വന്നതും അതും കൂട്ടിയൊരു കഴിക്കുന്നു. എൻ്റെ മോനെ, ഹൈദരാബാദി കുസ്ക എന്നാണ് ഇതിനെ പറയുന്നത്. എന്തായാലും ടേസ്റ്റ് നോക്കാം. സത്യം പറയാം, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രോബ്ലം ഇല്ല ടേസ്റ്റിനും. അങ്ങനെ ഞങ്ങൾ 100 ഗ്രാം കബാബാണ്. ഇന്ന് 4-5 പീസ് വരുന്നുണ്ട്. എല്ലാവരും കൈക്കൽ പകുതി നടന്ന് എന്തായാലും കംപ്ലീറ്റ് ആക്കി ഞാൻ വരുന്നത്. എൻ്റെ മോനെ വെറും 80 രൂപ. ചോറും ചിക്കൻ ഫ്രൈയും നല്ല ചെറിയ റേറ്റിന് നല്ല വേറെ നിറയെ ഫുഡ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടേസ്റ്റിന് ഒരു കുറവില്ലായിരുന്നു. എന്നോട് ഇന്നലെ ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞതാണ് ഇവിടെ ഇങ്ങനെ ഫുഡ് കിട്ടും അങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കയറി. ഫുഡിന് ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹൈദരാബാദി ആ ഒരു മസാല, ആ ഒരു സ്പൈസിനെസ് ആയിട്ട്, പിന്നെ അതല്ലാണ്ട് അതിൽ കുറേ മസാല കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു കളർ മാത്രം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പണിയൊന്നുമില്ല. ഞാൻ ഇന്ന് രാവിലെ നന്ദി ഹിൽസ് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ എണീക്കാൻ പറ്റില്ല. ഗൈസ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ആ ഒരു വീഡിയോയിലൊരു ആക്റ്റീവ് കുറച്ച് കുറഞ്ഞ പോലെ ഒരു ഫീൽ ആകുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയട്ടെ, നമുക്കത് ഫീൽ വരുന്നുണ്ട്.
സോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും അത് മാറ്റിയെടുക്കുകയാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീലൊക്കെ വരുന്നുണ്ടെങ്കിൽ എപ്പോൾ പെട്ടെന്ന് തന്നെ കമൻറ്റിൽ പറയാം. ഓക്കെ, അതിൻ്റെ പുറത്തിറങ്ങി, ഞാൻ സ്റ്റേ എടുത്ത് പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥ ഇതാണതാ. അവിടെ റെഡി ആയിട്ട് ഫിഷ് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് ഇത് ഒരപ്പം തന്നെ ഫ്രൈ ചെയ്ത് തരും. അതാണ് നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ മീൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ പറഞ്ഞത് അപ്പം തന്നെ റെഡിയാക്കി തരും. ഹായ് ബ്രോ. സോ നെക്സ്റ്റ് ഉള്ളത് അടുത്ത ഞാൻ കാണിച്ചു തരാം. ചാർക്കോൾ ബിബിക്യൂ ഫിഷ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ഇത് തന്തൂരി ചായൻ്റെ ആയിരുന്നു, അതിപ്പോൾ ക്ലോസ് ചെയ്ത്. പിന്നെ അവിടെ ലൈവ് പക്കോട അവർ ഉച്ചയ്ക്ക് തന്നെ തുറന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഞാൻ ഇന്നലെ അവിടെ നിന്നൊരു പാനിപ്പൂരി കഴിച്ചിരുന്നു. പാനിപ്പൂരി അല്ല, മസാലപ്പൂരി, നല്ല സെറ്റ് സാധനമായിരുന്നു. എനിവേ രാത്രി ഇവിടെ ഇങ്ങനെ കറങ്ങാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഗൈസ്. എനിവേ ഈ സ്ഥലം ടോപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. കാരണം ഞാനൊരു 3 മണിക്ക് തൊട്ട് ഞാനിതാ ഫുഡ് സ്ട്രീറ്റ് അല്ല, 3 മണി തൊട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ ഞാനുണ്ട്. ഇപ്പം ആൾക്കാർ കുറഞ്ഞു. എല്ലാ സമയത്ത് ഫുള്ള് 1 മിനിറ്റ് ബ്രോ. എല്ലാ സമയത്ത് ഫുള്ള് സ്റ്റുഡൻസ്, കുട്ടികൾ കളിച്ചുകൊണ്ടായിരുന്നു. ഫുള്ള് കുട്ടികളെ കളിച്ചുകൊണ്ടായിരുന്നു. സോ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഒരു 7 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായി. പിന്നെ ഞാൻ റൂമിൽ പോയത്. എനിവേ ഞാൻ എൻ്റെ വ്ളോഗ് ഞാൻ നിർത്താണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.